എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ആ ബസ് ഡ്രൈവർ ആള് നല്ല പയ്യനെന്നാ കേട്ടോ. ഈ അവന് നാട്ടിൽ കോഴി എന്നാ വിളിക്കുന്നതെന്ന് ഈ ബസ് ഡ്രൈവറെ. സ്വാഭാവികം. ബാഗ്, 2 ബാഗ്, പിന്നെ ഒരു കവറിനകത്ത് സാധനം എല്ലാം കൂടി എടുത്തോണ്ടാണ് പോകുന്നത്. ഒരു കണക്കിന് ആലോചിച്ചാൽ അത് നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളിൽ കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഈ ഒരു കമന്റിന്റെ ബേസിലാണ്. കമന്റ് ഇതാണ്: സത്യമാണ്, സംഭവം നടന്നിട്ടിപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെ ആണ് പോയത്. നിനക്കിത് വേണം? നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? 2 കൂട്ടരെയും നൂർനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസുമായിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അങ്ങനെ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും അദ്ദേഹത്തിന്റെ കൂടെ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും ജീവിക്കുന്ന ഒരു പങ്കാളി, ആ പങ്കാളി ഒരു സുപ്രഭാതത്തിൽ പോകണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ആരോപിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇത്. അദ്ദേഹത്തിന് മറ്റ് സ്ത്രീ ജനങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ട്, മറ്റ് അഫെയർ ഉണ്ട്, ഇദ്ദേഹത്തിന് വേറെ അഫെയർ ഉണ്ട്. ആ അഫെയർ കാരണമാണ് ഈ പെൺകുട്ടി മറ്റൊരു ജീവിതം മറ്റൊരാളുമായിട്ട് തെരഞ്ഞെടുത്തത്. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഏറ്റവും വലിയൊരു പ്രൈം ആയിട്ടുള്ള സാധനം ഇപ്പൊ കാണാം. നോക്കിക്കോ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? നിങ്ങളുടെ ലവ് മാരേജ് ആണോ? എങ്ങനെയാ? അതായത് ഇവർ തമ്മിൽ പോലും ലവ് മാരേജ് ആണ് നടന്നത്. വളയാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ മെനക്കെട്ട് പുറകെ നടന്ന് വളയ്ക്കുക, വളഞ്ഞു കഴിഞ്ഞ് അതിന്റെ ത്രില്ല് പോവുക, എന്നിട്ട് പിന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ മുങ്ങി നടക്കുക. ഈ കുർജിത്തും അതിൽപ്പെട്ടതാവും അല്ലേ? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ.